സ്വാമി ശരണം. ശബരിമലയിലെ വലിയ അഴിമതിയുടെ ഒരു കൂടാര കഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ഏതെങ്കിലും വിധത്തിൽ കാണുകയാണെങ്കിൽ സ്വമേധയാ അന്വേഷിച്ച് കേസ് എടുക്കട്ടെ എന്ന് തന്നെ ഉദ്ദേശിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നീതിക്കായി ബഹളം കൂട്ടി ചക്രശ്വാസം വലിക്കാനുള്ള താല്പര്യമൊക്കെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ കാര്യങ്ങളുടെയൊക്കെ കിടപ്പ്. ഇനി വിഷയത്തിലേക്ക് വരാം. ചില ഉദ്യോഗസ്ഥർ എത്രയോ കാലങ്ങളായി, പതിറ്റാണ്ട് കണക്കിന് എന്ന് തന്നെ പറയാം, അവിടെ ജോലി നോക്കുന്നുണ്ട്. അതായത് നമ്മുടെ സന്നിധാനത്ത് എത്രയോ പേർ വന്ന 1-2 വർഷങ്ങൾ ജോലി ചെയ്ത് മാറിപ്പോകുമ്പോഴും ഇവർ അവിടെ സ്ഥിര നിയമനം മാതിരിയാണ് നിൽക്കുന്നത്. അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്കും മേലെ ഇവർ വളർന്നു എന്നും കൂടെ നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഒരാൾ പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിൽ നിന്നും വർക്കിംഗ് അറേഞ്ച്മെന്റ് വഴി സന്നിധാനത്ത് ജോലി നോക്കുന്നുണ്ട്. 2000 മുതൽ ഇപ്പോഴും സന്നിധാനം പോലീസ് കൺട്രോൾ റൂമിൽ, അതായത് 24 വർഷമായി, തുടർച്ചയായ 24 വർഷമായി തന്നെ പറയണം, ഡ്യൂട്ടി നോക്കി വരികയാണ് ഇയാളെ ഡ്യൂട്ടിയിൽ നിയോഗിക്കരുത് എന്ന പോലീസ് തന്നെ റിപ്പോർട്ട് പലതവണ നൽകിയിട്ടുണ്ട്. നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നിട്ടുമുണ്ട്. ഡ്യൂട്ടി ഓർഡർ ഇല്ലാതെയാണ് പലതവണയും ശബരിമലയിൽ ഇയാൾ എത്തുന്നത്. ആത്മസുഹൃത്തിനെ കൊണ്ട് ഈ വർഷവും മുൻ വർഷവും ഒക്കെ ശബരിമലയിൽ പൂലേലം പിടിച്ചു. ശബരിമലയിൽ വരാനും പോകാനും ഈ ബിസിനസ് മാഗ്നറ്റിന്റെ ഇന്നോവോ കാർ അവർ ഉപയോഗിച്ചു. എവിടേക്ക് ട്രാൻസ്ഫർ വന്നാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ ക്രൈംബ്രാഞ്ചിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. കഴിഞ്ഞ വർഷം ഇടുക്കി SP ഓഫീസിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഈ വർഷം വീണ്ടും പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിൽ വർക്കിംഗ് അറേഞ്ച്മെന്റ് കരസ്ഥമാക്കിയിട്ട് വീണ്ടും ഇവിടെ തന്നെ ജോലി നോക്കുകയാണ്. ശബരിമല വിട്ടൊരു കളി ഈ ഉദ്യോഗസ്ഥനില്ല. വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ മറ്റൊരു ഡ്യൂട്ടിക്ക് നിയോഗിക്കും? ആർക്കും ശബരിമലയിൽ പ്രത്യേക പരിഗണന വേണ്ട എന്ന ഹൈക്കോടതി വിധി ഈ പോലീസുകാരന് ബാധകമേ അല്ലേ? ഇയാളെ പറ്റി നിരവധി വാർത്തകൾ പത്രങ്ങളിലും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ശബരിമലയിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത് ഇയാളുടെ ഇഷ്ടം പരിഗണിച്ചാണ് എന്നാണ് പോലീസുകാർക്കിടയിൽ തന്നെയുള്ള സംസാരം. ഡ്യൂട്ടി ഡീറ്റെയിനിങ് ചെയ്യാൻ ആരെയും ഇയാൾ അനുവദിക്കില്ല. എല്ലാം അടക്കി ഭരിക്കുന്ന ശബരിമലയിലെ ഒരു കിടു കൺട്രോളറായി അദ്ദേഹം ഇപ്പോഴും അവിടെ തുടരുന്നു. അടുത്തത് ഇനി പറയാൻ പോകുന്നത് ദേവസ്വം ബോർഡിലെ ഒരു സബ് ഗ്രൂപ്പ് ഓഫീസറെ പറ്റിയാണ്. 2018 മുതൽ തുടർച്ചയായി ശബരിമല നട തുറന്ന് അടയ്ക്കുന്നതുവരെ എല്ലാ സമയങ്ങളിലും ശബരി ഗസ്റ്റ് ഹൗസിന്റെ ചുമതല ഇയാൾക്കാണ്. നിരവധി തവണ ഇയാളെ മാറ്റാൻ വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടും മാറി മാറി വരുന്ന ബോർഡുകൾ ഇദ്ദേഹത്തെ തന്നെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക ശുപാർശ പ്രകാരം ശബരിമലയിൽ തുടർച്ചയായി ഇപ്പോഴും ജോലി നോക്കുന്നു. മകരവിളക്ക് സമയത്തും തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിലും ശബരി ഗസ്റ്റ് ഹൗസിൽ റൂം ആവശ്യമായി വരുന്ന കോടീശ്വരന്മാർക്കും ഇഷ്ടക്കാർക്കും റൂം അനുവദിക്കുന്നു. ആരോപണത്തെ തുടർന്ന് N. വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ശബരിമല ഗസ്റ്റ് ഹൗസിൽ നിന്ന് കുറച്ചുനാൾ ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം തന്നെയുണ്ട് അവിടെ. അടുത്തത് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കഥയാണ് മറ്റൊന്ന്. കഴിഞ്ഞ 23 വർഷമായി ശബരിമലയിൽ ജോലി ചെയ്തു വരികയാണ്. മരാമത്ത് വിഭാഗത്തിലെ അഴിമതി ആരോപണങ്ങളിൽ സ്ഥിരം കേൾക്കുന്ന ഒരു പേരാണ് ഇദ്ദേഹത്തെ. ഇനി ഒരു താൽക്കാലിക ജീവനക്കാരനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ജോലിയിൽ കയറിയതു മുതൽ ശബരി ഗസ്റ്റ് ഹൗസിൽ മാത്രമാണ് ഇയാൾക്ക് ജോലി. ദേവസ്വം ബോർഡ് ജീവനക്കാരെ പോലും പുല്ലുവില കൽപ്പിക്കുന്ന ഇയാൾ വർഷങ്ങളായി ശബരി ഗസ്റ്റ് ഹൗസിന്റെ കൗണ്ടർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുടരുന്നു. ഇനി ഒരു വാച്ചറുടെ കഥയാണ്. ദേവസ്വം മെയിൻ ഗസ്റ്റ് ഹൗസിൽ കെയർടേക്കർ, ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി എന്നിവരുടേതടക്കമുള്ള മുറികൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കോടീശ്വരന്മാർക്ക് താമസത്തിന് തുറന്നു നൽകി പാരിതോഷികമായി പണവും ഫോണുകളും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി ഗസ്റ്റ് ഹൗസിൽ മാത്രം ജോലി ചെയ്തു വരികയാണ്. പ്രസിഡന്റുമാരുടെ പണമിടപാടുകളിലെ വിശ്വസ്തനായ PA കൂടിയാണ് ഇയാൾ എന്നോർക്കണം. ഇക്കൂട്ടത്തിൽ മറ്റൊന്നുകൂടി പറയട്ടെ, ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥൻ നടത്തുന്ന തട്ടിപ്പ് വിസ്മയാവഹമാണ്. അതിനെപ്പറ്റി ഇടയ്ക്ക് ചില വാർത്തകളൊക്കെ വന്നിരുന്നതാണ്. വാർത്താ മാധ്യമങ്ങളിൽ കണ്ടത് പ്രകാരം നട തുറക്കുമ്പോൾ നിത്യ പൂജ ചെലവുകൾക്ക് ഏതാണ്ട് 2 ലക്ഷം രൂപ വരെ ദിവസവും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ചെലവാക്കാം എന്നാണ്. അതിന് കണക്ക് അവർ കാട്ടേണ്ടതുമില്ല. പൂവും മറ്റ് പൂജാദ്രവ്യങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ ഒരു തുക, അതായത് ഇത്രയും ഭീമമായ ഒരു തുക ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു ദിവസം 2 ലക്ഷം രൂപയുടെ പൂജാ സാധനങ്ങളോ?
മുളപൂജ ഉൾപ്പെടെയുള്ള പ്രതിഷ്ഠാ ക്രിയകൾക്ക് പോലും ഒരാഴ്ചത്തെ ചെലവിന് ഇത്രയും തുക വേണ്ടി വരില്ല എന്നോർക്കണം. എന്നാൽ ഈ സാധനങ്ങളെല്ലാം ദിവസവും നേർച്ചയായി നൽകുന്നതിന് ഒരു വിവാദ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചില്ലിക്കാശ് നൽകാതെ അതെല്ലാം ശബരിമലയിലെ AOയ്ക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നട തുറക്കുന്ന ദിവസങ്ങളിൽ നിത്യവും 2 ലക്ഷം രൂപ എഴുതിയെടുക്കുന്നുണ്ട് എന്നർത്ഥം തന്നെ. ഇയാളാണ് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ മേൽപ്പറഞ്ഞ അഴിമതി ടീംസിനെ ഒക്കെയും നിയന്ത്രിക്കുന്ന ആൾ എന്നോർക്കണം. ഒന്നോർത്തു നോക്കൂ, ശബരിമലയിൽ അരങ്ങേറുന്ന അഴിമതി കൂമ്പാരങ്ങളുടെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനിയുമുണ്ട് ഏറെ ഇതുപോലുള്ള അഴിമതി ടീംസിന്റെ കഥ പറയാൻ.